ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ദേവ്യാനി അനാമികയെ തിരിച്ചറിയാണല്ലേ. അതുകൊണ്ട് തന്നെ ദേവ്യാനിക്ക് അനാമികയുടെ ദേഷ്യവും നയനയോട് പതുക്കെ പതുക്കെ ഒരു ഇഷ്ടവും തോന്നി തുടങ്ങാണ്. ദേവ്യാനി അനാമികയെ മനസ്സിലാക്കുന്ന എപ്പിസോഡ് ഞാൻ മുൻപുള്ള എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ഞാൻ ഐ ബട്ടണിൽ ഒന്ന് കൊടുത്തേക്കാട്ടോ. അന്നത്തെ ദിവസം ദേവ്യാനി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴാണ് നയന തുടച്ചോണ്ടിരിക്കുന്നത് കാണുന്നത്. എന്തായാലും ദേവ്യാനിക്ക് കരളും ബ്ലഡും തന്ന് സഹായിച്ചത് നയനയാണെന്ന് ഇതുവരെ ദേവ്യാനി അറിഞ്ഞിട്ടില്ല കേട്ടോ. അതറിയാതെ തന്നെ ദേവ്യാനി നയനയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ ദേവ്യാനി നയനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നയന ഇടയ്ക്കൊക്കെ ശരീരം വേദനിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോ ദേവ്യാനിക്ക് എന്തോ പോലെ തോന്നുകയാണ്. കൃത്യസമയത്ത് അനാമിക നയനയെ പഠിപ്പിക്കാൻ വേണ്ടി നയനയുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. അതെ, നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ടോ? എന്റെ മുറിയിൽ ആകെ പൊടിയാ. ഇവിടെ തറ തൊളിച്ചിട്ട് വേണം എന്റെ മുറിയിലോട്ടൊന്ന് വരാൻ. അപ്പൊ നയന പറയുന്നുണ്ട്, അനാമിയെ ഇതൊന്നും അത്ര ശരിയല്ല. അവനവന്റെ മുറി വൃത്തിയാക്കേണ്ടത് അവനവൻ തന്നെയാ. അതെ, എനിക്കിതൊന്നും എടുത്ത് ശീലമല്ല. പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാ? അനാമിയെ പ്ലീസ്, എനിക്ക് നിന്നോട് വഴക്കിട്ട് നിൽക്കാൻ വയ്യ. ദേ, എന്നും എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്കിന് വരുന്നേ? ഒന്ന് മാറിയുന്നേ. ദിവസം എടുക്കാ പൊങ്ങാത്ത പണിയാ ഞാൻ ഈ വീട്ടിൽ എടുത്തോണ്ടിരിക്കുന്നത്. ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ. എന്തിന്? നീ പോലെ എന്നെ സഹായിക്കാനൊന്നും വരുന്നില്ല. അയ്യോ, ഞാൻ എന്തിനാ സഹായിക്കാൻ വരുന്നത്? നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടല്ലോ, മേലണിങ്ങി അവർ എന്തെങ്കിലും ഒരു പണി ചെയ്യോ? അപ്പൊ നയന പറയുന്നുണ്ട്, ആ, നവ്യേച്ചിയെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവകാശം അനാമികയ്ക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാ നവ്യേച്ചി ഇടയ്ക്കൊക്കെ വല്ലതും ചെയ്തു തരും. അതുപോലും അനാമിക ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നവ്യേച്ചി ഇപ്പൊ ഗർഭിണിയാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, എന്താ ഗർഭിണികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഏകദേശം നിന്റെയൊക്കെ സ്വഭാവത്തോട് സാമ്യപ്പെട്ട സ്വഭാവ നവ്യേച്ചിയുടേത്. എന്നാലും ഇപ്പൊ നവ്യേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. അതേസമയം തന്നെ ഇത് കേട്ടോണ്ട് ദേവ്യാനി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ ഇത് നോക്കിയേ വല്യമ്മേ, എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു പണിയും എടുപ്പിച്ചിട്ടില്ല. അവിടെ ഇതിനൊക്കെ സെർവൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള പണികൾ അറിയില്ല. എന്റെ റൂം ഒന്ന് ഇവളോട് ക്ലീൻ ചെയ്തു തരാൻ പറഞ്ഞപ്പോ ഇവക്ക് പറ്റില്ലെന്ന്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ആ നയനെ, നിന്റെ കയ്യിലുള്ളത് അനാമികയ്ക്ക് കൊടുക്ക്. അത് അമ്മ, ആ നോക്കിക്കാതെ കൊടുക്കുന്നു. അപ്പൊ തന്നെ നയന അനാമികയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തുടയ്ക്കുന്ന വടി. വല്യമ്മേ ഇതെന്തിനാ എനിക്കെന്ന്? പറയാം. നിനക്കിതൊന്നും ചെയ്ത് ശീലമില്ലെന്നല്ലേ പറഞ്ഞത്? ദേ, നിന്റെ മുറി പോയിട്ട് ഒന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്തൊന്നും പഠിക്ക്. നയനെ, അനാമിക മോൾക്ക് അറിയാനിട്ടാ. അതുകൊണ്ട് നീ വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കാൻ. അയ്യോ, ഞാനെങ്ങനെയാ ചെയ്യ വല്യമ്മേ? അതൊക്കെ നയന് പറഞ്ഞു തരും. അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. കേട്ടോ നയനെ? ആ ശരി അമ്മേ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഇത് കേട്ടപ്പോ തന്നെ നയനിക്ക് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, നീ അങ്ങനെ സന്തോഷിക്കണ്ടാടി. അപ്പൊ തന്നെ പോവാൻ നിന്ന ദേവ്യാനി വീണ്ടും തിരികെ വന്നിട്ട് പറയുന്നുണ്ട്, അനാമിക മോൾ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല വലിയമ്മേ. അതെ, മടി കൂടാതെ ചെയ്തോളണം. ഇതൊക്കെ ഇപ്പോഴേ പഠിക്കാൻ പറ്റൂ. പഠിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് അച്ഛനും അമ്മ ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. ഇനിയിപ്പൊ നയനയുടെ അടുത്തുനിന്ന് പഠിക്കേ. പിന്നെ നയനെ, നീ അവളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങി ചെയ്യാൻ നിൽക്കരുത്. അവളെ പഠിപ്പിക്കണം. ഞാൻ നോക്കും അവള് പഠിച്ചിട്ടുണ്ടോന്ന്. വല്യമ്മേ ഞാൻ ഒന്നും പറയണ്ട. അത് കഴിഞ്ഞിട്ട് വല്യമ്മയുടെ അടുത്തേക്ക് വാട്ടോ. ശരി. അങ്ങനെ ദേവ്യാനെ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നയനെ കളിയാക്കിയ രീതിയിൽ അനാമികയുടെ മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തിനടി ചിരിക്കുന്നേ? ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വന്നു കാണില്ല. എനിക്കറിയാടി, നീ വല്യമ്മയുടെ മനസ്സിൽ എന്തോ വിഷം കുത്തിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാ നീ ഓരോരുത്തരും നിന്റെ വലയിലാക്കുന്നത്. ദേ അനാമികയെ വെറുതെ തർക്കിച്ച് സമയം കളയണ്ട. കിട്ടിയ സമയം പഠിക്കാൻ നോക്ക്. നിന്റെ വല്യമ്മ വിളിക്കുമ്പോഴേ ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഛേ, ഇതും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവാൻ കേട്ടോ. അവ തൊട്ട് പിന്നാലെ തന്നെ നയനയും പോകുന്നുണ്ട്. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, മുറിയുടെ അടുത്തെത്തിയപ്പോ എങ്ങോട്ടാ കയറി വരുന്നേ? അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, അല്ല മുറിയിലോട്ട് വരാനല്ലേ പറഞ്ഞത്? അവിടെ നിന്നാ മതി, എന്റെ മുറിയിലോട്ട് കയറണ്ട. അതേസമയം തന്നെ അനി വരുന്നുണ്ട്. എന്താ അനാമിക ഇത്? നീ ആരാ ഏട്ടത്തിയോട് മുറിയിലോട്ട് കയറണ്ടെന്ന് പറയാൻ? ഏട്ടത്തി വാ. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഈ ശീലങ്ങളൊക്കെ തുടങ്ങിയോ? ഞാനിനി സ്വപ്നം വല്ലതും കാണുകയാണോ? അപ്പൊ നയന പറയുന്നുണ്ട്, അനി സ്വപ്നമൊന്നും അല്ല, നിന്റെ വല്യമ്മ ഒരാൾക്ക് പണി കൊടുത്തതാ. ആര്? വല്യമ്മയോ? അല്ല ഏട്ടത്തി, വല്യമ്മയുടെ കൃഷ്ണമണി ആയിരുന്നല്ലോ അനാമിക. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തോ കോട്ടം തട്ടിയെന്നാ തോന്നുന്നേ. ദേ, രണ്ടുപേരും കൂടി എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. ഇനി എന്റെ ഈ പണിയൊക്കെ കഴിഞ്ഞാലേ എനിക്ക് കിട്ടിയതിന്റെ ഡബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നയന പറയുന്നുണ്ട്, അനാമികേ നീ അങ്ങനെയൊന്നും എന്നെ ഭീഷണിപ്പെടുത്തണ്ട. ഇവിടുത്തെ പണിയൊന്നും എടുക്കാ പൊങ്ങാത്തതാ. എന്നിട്ടും ഞാൻ എല്ലാ പണിയും കഴിക്കുന്നില്ലേ? അതിനും വലിയ ശിക്ഷയൊന്നും ഈ വീട്ടിൽ എനിക്ക് തരാറില്ല. എന്നാലും ഞാനത് സന്തോഷത്തോടെ ചെയ്യാറ്. എന്തായാലും അനാമിക തുടക്കുന്ന കണ്ടിട്ട് നയനയും അനി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് കളിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് നയന പറയുന്നുണ്ട്, വേണ്ടടാ അനി, മതിയാക്ക്. അവൾ എങ്ങനെയെങ്കിലും അതൊന്ന് പഠിച്ചെടുത്തോട്ടെ. അങ്ങനെ അവർ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ദേവ്യാനിയാണ്. ദേവ്യാനി ഇങ്ങനെ സ്വയം മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറി വന്ന 3 മരുമക്കളും അനന്തപുരിയെ ചതിച്ചു. എന്നാ ഇതിനു മുമ്പ് കയറി വന്ന 2 വിഷപ്പാമ്പാ ഇപ്പൊ കയറി വന്നത്. അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. അവക്ക് അനന്തപുരിയിൽ സ്വത്ത് വേണം പോലും. കൊടുക്കാം, അവളിങ്ങ് വരട്ടെ. കൃത്യസമയം തന്നെ അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ. ആ അനാമിക മോളോ? അല്ല, ഞാൻ പറഞ്ഞ പണിയൊക്കെ കഴിഞ്ഞോ? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു വല്യമ്മേ. എന്താ വീട്ടുജോലിയിൽ പഠിച്ചാ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ? ഓ പിന്നെ
നിനക്ക് ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഇനി വല്യമ്മ തരാനിരിക്കുന്നേ. അപ്പൊ അനാമിക ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതി ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. വല്ല സ്വർണ്ണമോ ഡയമണ്ടോ അങ്ങനെ വല്ലതും ആയിരിക്കുന്ന കരുതിയിട്ട്. മോളെ നീ ഇപ്പൊ എന്തെങ്കിലും ആലോചിച്ചോ? ഏയ് എന്ത് വല്യമ്മേ, എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. എനിക്ക് വല്യമ്മയുടെ സ്നേഹം മാത്രം മതി. തരാടി ഞാൻ നിനക്ക് വാരിക്കോരി സ്നേഹം തരാം. അല്ല ഇപ്പൊ അനാമിക മോൾ ഫ്രീ ആണോ? അതെ. എന്താ വല്യമ്മേ? ഒന്നും പറയണ്ട, എന്റെ കാലിന് വല്ലാതെ നീര് വെച്ചേക്കുന്നു. ഒന്ന് കുഴമ്പിട്ട് നന്നായിട്ട് തടവണം. അപ്പൊ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര അടുത്ത പണിയോ, ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആയാലോ. അതെ, മോൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ കുഴമ്പ് അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് നന്നായിട്ടൊന്ന് കാല് തേച്ച് പിടിപ്പിച്ചു തരൂ. അല്ല വല്യമ്മേ, അതിന് നയന വരില്ലേ? അവളെന്റെ മുന്നിൽ പോലും വരുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ടാണോ അവളെന്റെ കാല് പിടിക്കുന്നത്? എന്റെ കോക്കിന്റെ ജീവനുള്ളപ്പോൾ ഞാൻ അതിന് സമ്മതിക്കോ? എന്റെ മോളുണ്ടാവുമ്പോൾ ഞാൻ എന്തിനാ അവളെ വിളിക്കുന്നേ? മോൾ ആ കുഴമ്പിട്ടൊന്ന് തടവിത്താ. മോൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അനാമികയ്ക്ക് കിട്ടേണ്ട ഗിഫ്റ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഹേയ് എനിക്ക് ഒരു കുഴപ്പമില്ല വല്യമ്മേ. ആ എന്നാ പിന്നെ മോള് തടവിത്താ. ഇതും പറഞ്ഞ് ദേവ്യാനെ അവിടെ ഇരിക്കാട്ടോ. ഇനി നല്ല കിടിലും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.